ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. കസ്റ്റമൈസ്ഡ് തീം കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആനിമൽ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഫോണ്ടന്റ് കൊണ്ടാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1.5 കിലോ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനായിട്ട് 6 മുട്ടയും 1.25 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് നമുക്ക് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് ഫ്ലോറിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 ബാച്ചസ് ആയിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് എസൻസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സ്പഞ്ചിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്റ്റാൻഡ് മിക്സറിലെ ബ്ലേഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 3 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാനിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30-35 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്പഞ്ചിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിലേക്ക് വേണ്ട പ്രലൈനും ബട്ടർ സ്കോച്ച് സോസും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു കളറായി വരുമ്പോൾ നമുക്കൊന്ന് ബട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മെൽറ്റാക്കി ഇട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് എന്താണോ നട്ട്സ് ഉള്ളത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. ബദാമോ അല്ലെങ്കിൽ നമുക്ക് പീനട്ട്സോ അങ്ങനെയുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മാർബിളിൻ്റെ മേലെ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഈ ഒരു പ്രലൈൻ ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. നേരത്തെ മെൽറ്റാക്കിയതുപോലെ തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നന്നായി മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത സമയത്ത് ഇങ്ങനെ കട്ട പിടിച്ച ഒരു പരുവാവും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് മെൽറ്റായി കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മെൽറ്റായി കിട്ടും. അതിനുശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം. ഇനി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രലൈൻ ഇതുപോലെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കേക്കിലേക്ക് മാറ്റാം. ഇനി കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിൽക്ക് സിറപ്പ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. മിൽക്കിൽ മിൽക്ക് മെയ്ഡും അതുപോലെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിൽ തന്നെ നമ്മൾ സ്പഞ്ച് ഒന്ന് ലെയർ ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്കിൻ്റെ ആ ഒരു സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം പ്രലൈനും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മിൽക്ക് സിറപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്കിന്. കസ്റ്റമറിൻ്റെ അടുത്ത് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ കേക്കായിരുന്നു ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക്. ഈ ഒരു സോസ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫിനിഷ് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു വലിയ സ്ക്രൈപ്പർ വെച്ചിട്ടാണ് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വലിയ സ്ക്രൈപ്പർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊരു തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് കളർ മിക്സിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഗ്രാസിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാസിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ആനിമൽസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് തീമൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻ വർക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതാണിത്. കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് കഷ്ടപ്പാടാണ് ഫോണ്ടൻറ്റിൻ്റെ ഓരോ ഷേപ്പും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്.
ഓരോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനും ശരിക്കും ഒരു മണിക്കൂറിന് മേലെ എടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കി പിറ്റേത്തെ ആഴ്ച തന്നെ നമുക്ക് ഇതുപോലെ തന്നെയുള്ളൊരു വേറൊരു കേക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഫോണ്ടൻ ആനക്കുട്ടിയും സിംഹക്കുട്ടിനൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു അത്. ആ ഒരു കേക്കും ബട്ടർ സ്കോച്ച് ഫ്ലേവർ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നല്ല കേക്ക് റെസിപ്പീസും അതുപോലെ ഡെക്കറേഷൻസ് വീഡിയോയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.